വികാരനിർഭര രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഡൽഹി വിമാനത്താവളം. പഹൽഗാമിൽ കൊല്ലപ്പെട്ട നാവിക ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ഭാര്യ ഹിമാൻഷിക്ക് കരച്ചിലടക്കാനായില്ല. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അന്തിമോപചാരം അർപ്പിച്ച ശേഷം മൃതദേഹം ജന്മനാടായ ഹരിയാനയിലേക്ക് കൊണ്ടുപോയി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, വികാരനിർഭരമായ കാഴ്ചകളും വാർത്തകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബങ്ങൾക്ക് ഈ വേദന എങ്ങനെ താങ്ങാനാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ആകുന്നില്ല. എങ്ങനെയുള്ള കാഴ്ചകളാണ് വിമാനത്താവളത്തിൽ നിന്ന് കണ്ടത്? വിവരങ്ങൾ എങ്ങനെയാണ് വിനീത? ശ്രീനിത, തീർച്ചയായും ഉള്ളുപിടയുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇതിനോടകം കാണാൻ കഴിയുന്നത്. വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് നർവാളിൻ്റെ മൃതദേഹം, കൊല്ലപ്പെട്ട നേവി ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം, വിനയ് നർവാളാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉച്ചയോടുകൂടിയാണ് ഡൽഹി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രേഖ ഗുപ്തയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു ബന്ധുക്കളും മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ വൈകാരികമായി അവർ ഉള്ളു പിടഞ്ഞവർ കരയുന്ന, അവർ നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ട്. അതിനുശേഷം വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഇരുവരും വലിയൊരു സന്തോഷത്തോടു കൂടി പോയതാണ് ഈ ഭീകരാക്രമണം നടന്ന ഈ പഹൽഗാമിലേക്ക്. പൊതുവെ ഇത്തരത്തിലേക്ക് തന്നെയാണ് പല ആളുകളും എത്തിയത്. വേനലവധി ആഘോഷിക്കാനായി എത്തിയവരുണ്ട്. ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമാകുമെന്ന് കരുതിയിരുന്ന നിമിഷങ്ങൾ, അതാണ് ഈ ഭീകരർ ഇങ്ങനെ വെടിയുതിർത്ത് അത് ഇത്തരത്തിലേക്കുള്ളൊരു വേദനിപ്പിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് അടക്കം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ ഹരിയാനയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ശ്രീനിത, ശരി. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.